ഇത് നല്ല പഴുത്ത മാമ്പഴമാണ് കേട്ടോ. ഇതുകൊണ്ട് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാതെ എളുപ്പത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് മാങ്ങയുടെ തോലൊക്കെ കളഞ്ഞ് കൊടുന്നതാണേ. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. മാങ്ങ നന്നായിട്ട് വേവണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് തള വരുന്നുണ്ട് കേട്ടോ. മാമ്പഴം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ചേർക്കണം. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് ശർക്കര ചേർത്താൽ മതി. അല്ലെ മധുരം ഇല്ലാത്തതാണെങ്കിൽ കുറച്ച് അധികം ചേർക്കണം. പിന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി കറിക്ക് ആവശ്യമായ തേങ്ങയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇത് അരമുറി തേങ്ങയാണ്. ഇതിലേക്ക് കുറച്ച് ജീരകവും തൈരും ചേർത്തിട്ട് ഇത് അരച്ചെടുക്കാം. നല്ല പോലെ അരയണം കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുക്കാം കേട്ടോ. ഇത് അരച്ചെടുത്തതാണ്. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളയ്ക്കണം കേട്ടോ. ഏകദേശം കറി റെഡി ആയിട്ടോ. ഈ മാങ്ങ നല്ല മധുരമുള്ളതുകൊണ്ട് ഞാൻ അധികം ശർക്കരയൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇത് ഇനി വറവിടാം. അപ്പോൾ അതിന് ഉലുവയും കടുകും കറിവേപ്പിലയും ഉണക്കമുളകൊക്കെയാണ് ഇതിലിട്ടിട്ടുള്ളത് കേട്ടോ. ഇത് ഇതിലേക്ക് കാച്ചൊഴിക്കാം. ഇപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.